ഒരു സ്റ്റാർട്ടപ്പിന് എത്രത്തോളം വളരാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ലോകചരിത്രത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു ഭീമനായി മാറാൻ വരെ കഴിയാമെന്നാണ് ഉത്തരം. തായ്വാനിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറിയ എഞ്ചിനീയറായ ജെൻസൺ ഹുവാങ്ങും മറ്റ് 2 സുഹൃത്തുക്കളും കൂടി ചേർന്ന് യുഎസിലെ കാലിഫോർണിയയിൽ 1993 ആരംഭിച്ച ഒരു സെമികണ്ടക്ടർ ചിപ്പ് നിർമ്മാണ കമ്പനി ഇന്ന് ലോകത്തെ 97% രാജ്യങ്ങളുടെ GDP മൂല്യത്തെക്കാളും വളർന്നു കഴിഞ്ഞു. സൂചിപ്പിച്ചു വന്നത് എൻവിഡിയ കോർപ്പറേഷൻ്റെ വളർച്ചയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം US വിപണിയിൽ നടന്ന വ്യാപാരത്തിനിടെ എൻവിഡിയ കോർപ്പറേഷൻ്റെ ഓഹരികൾ പുതിയ സർവ്വകാല ഉയർന്ന വില നിലവാരം കുറിച്ചതോടെയാണ് ലോകചരിത്രം തിരുത്തിക്കുറിക്കുന്ന റെക്കോർഡുകൾ പിറന്നു വീണത്. ലോകത്ത് ആദ്യമായി $4 ട്രില്യൺ വിപണി മൂല്യം എന്ന നേട്ടം സ്വന്തമാക്കുന്ന കമ്പനി എന്ന ചരിത്രമാണ് എൻവിഡിയ കരസ്ഥമാക്കിയത്. $4 ട്രില്യൺ എന്നത് ഇന്നത്തെ വിനിമയ നിരക്കിൽ 343 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമാണ്. ലോകത്താദ്യമായി വിപണി മൂല്യം $3 ട്രില്യൺ എന്ന നേട്ടം കരസ്ഥമാക്കിയ ലിസ്റ്റഡ് കമ്പനികൾ ആപ്പിളും മൈക്രോസോഫ്റ്റുമായിരുന്നു. എന്നാൽ ഈ ടെക് ഭീമന്മാരെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനവുമായി എൻവിഡിയ ഇപ്പോൾ കുതിക്കുകയാണ്. അതേസമയം ലോകരാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അഥവാ GDPയും എൻവിഡിയയുടെ നിലവിലെ വിപണി മൂല്യം തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ US, ചൈന, ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ എന്നിങ്ങനെയുള്ള 5 രാജ്യങ്ങളുടെ സമ്പദ്ഘടനകൾ മാത്രമാണ് മൂല്യത്തിൽ കമ്പനിയുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ GDP മൂല്യം മറികടക്കാൻ എൻവിഡിയ കമ്പനിയുടെ ഓഹരികൾ 5% കൂടി മാത്രം മുന്നേറിയാൽ മതിയാകും. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നും ഇതിന് പ്രാധാന്യവും എൻവിഡിയയുടെ നേട്ടം എങ്ങനെ ഇന്ത്യക്ക് ഉപകാരപ്പെടാമെന്നും നോക്കാം. ആദ്യം, എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? കമ്പനിയുടെ ഓഹരികളുടെ എണ്ണത്തെയും അതിൻ്റെ നിലവിലെ വിപണി വിലയെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് കമ്പനിയുടെ മൂല്യം തിട്ടപ്പെടുത്തുന്ന രീതിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇതിനായി ലിസ്റ്റഡ് കമ്പനിയുടെ കീഴിലുള്ള മൊത്തം ഓഹരികളുടെ എണ്ണത്തെ അതിൻ്റെ വിപണി വിലയുമായി ഗുണിച്ചുകൊണ്ടാണ് അപ്പോഴുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കണക്കാക്കിയെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ മൊത്തം ഓഹരി എണ്ണം 10 ലക്ഷമാണെന്നും ഒരു ഓഹരിയുടെ നിലവിലെ വിപണി വില 100 രൂപയാണെന്നും കരുതിയാൽ ആ കമ്പനിയുടെ അപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ വിപണി മൂല്യം 10 കോടി രൂപയായിരിക്കും. ചുരുക്കത്തിൽ, ഓഹരി വില വർദ്ധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വർദ്ധിക്കുമെന്നും ഓഹരി വില ഇടിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറയുമെന്നും സാരം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഉപകാരം എന്ത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ബിസിനസ് വലിപ്പവും മൂല്യവുമൊക്കെ മറ്റൊരു കമ്പനിയെ വേഗത്തിലും ഫലപ്രദമായി താരതമ്യം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും നിക്ഷേപകരെ സഹായിക്കുന്ന നിർണായക ഉപാധികളിലൊന്നാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്നിങ്ങനെ 3ആയാണ് വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനികളെ പൊതുവായി തരംതിരിക്കാറുള്ളത്. ഇത്തരത്തിൽ ലിസ്റ്റഡ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ കുറിച്ചുള്ള അവബോധം തങ്ങളുടെ പോർട്ട്ഫോളിയോ വൈദുല്യീകരിക്കുന്നതിനായും അനുയോജ്യമായ നിക്ഷേപതന്ത്രം രൂപപ്പെടുത്തുന്നതിനും കമ്പനിയുടെ ഭാവിയെ സംബന്ധിച്ച അനുമാനത്തിനുമൊക്കെ നിക്ഷേപകരെ സഹായിക്കുന്നു. എന്നിരുന്നാലും കമ്പനിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളും ഘടകങ്ങളും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പരിഗണിക്കുന്നില്ലെന്നത് കൂടി ഓർക്കണം. കമ്പനിയുടെ വരുമാനം, ലാഭത്തിലെ വളർച്ച, കടബാധ്യത, മാനേജ്മെൻറ്റിൻ്റെ ഗുണനിലവാരം തുടങ്ങിയ അടിസ്ഥാനപരമായ ഘടകങ്ങളൊന്നും പരിഗണിക്കാത്തതിനാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഓഹരി നിക്ഷേപത്തിനായുള്ള തീരുമാനം സ്വീകരിക്കുന്ന ഉചിതവുമാകില്ല. വിപണി വില കമ്പനിയുടെ യഥാർത്ഥ മൂല്യം വെളിവാക്കണമെന്നില്ല. അതിനാൽ വിശദമായ ഫണ്ടമെൻ്റൽ അനാലിസിസും എൻ്റർപ്രൈസസ് വാല്യൂവും ഒക്കെ നടത്തിയാകണം ഒരു ഓഹരിയിൽ നിക്ഷേപത്തിനുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. ഇന്ത്യക്ക് നേട്ടമുണ്ടോ? സ്റ്റാർട്ടപ്പായി പിറവിയെടുത്ത് ആഗോള ടെക് ഭീമനായി വളർന്ന എൻവിഡിയയുടെ വിജയചരിത്രം രാജ്യത്തെ നയരൂപീകരണത്തിന് ചുക്കാൻ പിടിക്കുന്നവർക്കും നിക്ഷേപകർക്കും ഒരുപോലെ പ്രയോജനമേകുന്നവയും ജാഗ്രത സമ്മാനിക്കുന്ന ഘടകവുമാണ്. അവസരം മുന്നിൽ കണ്ട് മാത്രമുള്ള കച്ചവട സംരംഭങ്ങളെ ഒഴിവാക്കുന്നതിനൊപ്പം രാജ്യത്തെ സാങ്കേതികവിദ്യ വളർച്ചയ്ക്കുള്ള പ്രോത്സാഹനവും വ്യാവസായിക പ്രവർത്തന നിയന്ത്രണങ്ങളും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ പരുവപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകതയ്ക്ക് ഇത് അടിവരയിടുന്നു. നൈപുണ്യ വികസനത്തിലൂടെയും വിഭവ സമാഹരണത്തിലൂടെയും വിദ്യാഭ്യാസ വ്യാവസായിക മേഖലകളുടെ സഹകരണത്തിലൂടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ സാധ്യതകളും അവസരവും മുതലാക്കാനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും എൻവിഡിയുടെ വിജയഗാഥ നമുക്കും പ്രയോജനമേകുമെന്ന് കരുതാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.